നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നഷ്ടപ്പെട്ടതുകൊണ്ട് അവര് ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവര് സിംഗപ്പൂരിൽ നിന്ന് പിന്നിങ്ങോട്ട് വന്നിട്ടേയില്ല. സത്യം പറഞ്ഞ പവിത്രൻ സാർ ഇവരോടൊന്നും ഇങ്ങനെയൊന്നും ചെയ്താ പോരാ. അയാളുടെ കുടുംബത്തോട് കാണിച്ചത് വെച്ച് നോക്കിയ പവിത്രൻ സാറ് തന്നെ അമ്മയെ കൊല്ലേണ്ടതാ. അമ്മയെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും വകവരുത്തണമായിരുന്നു. ഇതുകൊണ്ടായിരിക്കും പവിത്രൻ സാർ എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കുന്നത്. ഓഫീസിലെ പല തിരിമറികളും അമ്മ അറിഞ്ഞിട്ടും അമ്മ ഒന്നും ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ടായിരിക്കും. എന്തിനാ ഇവരെയൊക്കെ രക്ഷിക്കാനും പൂജയ്ക്കും പ്രശ്നപരിഹാരത്തിനും ഒക്കെ വേണ്ടി മെനക്കെടുന്നത്? വീണയുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ അഞ്ജനയും വിളിച്ചുകൊണ്ട് ഈ വീടിന്റെ പടി ഇറങ്ങണം. അല്ലെങ്കിൽ ഈ പാപത്തിന്റെ ശിക്ഷ ഞാൻ കൂടി അനുഭവിക്കേണ്ടി വരും. ഈ പേടി മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒറ്റയ്ക്ക് കിട്ടാൻ സമയവും സ്ഥലവും ഒന്നും നോക്കാത്ത കക്ഷി. അന്ന് എനിക്കായിരുന്നു ടെൻഷനും പേടിയും. കളിക്കല്ലേ, ഡോർ തുറന്നിട്. തുറന്നിട്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ആര് കണ്ടാലും ഇനി എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലേലും എല്ലാവരും അറിയേണ്ടതാണല്ലോ. ശ്രേയ, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, എന്റെയും വീണയുടെയും കല്യാണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ എൻ്റെ കൂടെ വരണം. ശ്രേയ, ബാംഗ്ലൂരിൽ നമുക്ക് പോകാനും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. എടി, നമുക്ക് ഇവിടെ നിന്ന് ഫൈസിയുടെ കാറിൽ പോവാം. ഒരു ഹണിമൂൺ ട്രിപ്പ്. 1-2 ടൂറിസ്റ്റ് പ്ലേസുകളിൽ, പിന്നെ ഹൈ റേഞ്ചിൽ, എന്നിട്ട് വയനാട് വഴി നമുക്ക് സ്ഥലം വിടാം. ഇതൊക്കെ നീ എന്നോട് ആവശ്യപ്പെട്ടതാ. നിന്റെ മടി കാരണമാ ട്രിപ്പ് ഇത്രയും ലേറ്റായത്. ഫൈസി സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഫൈസി മാത്രമല്ല, എൻ്റെ വേറെയും ചില ഫ്രണ്ട്സ് ബാംഗ്ലൂരിലുണ്ട്. നമ്മളവിടെ സേഫ് ആയിരിക്കും. നീയേ വലുതായിട്ടൊന്നും എടുക്കണ്ട. ഒരു ചെറിയ ഷോൾഡർ ബാഗിൽ കൊള്ളാവുന്ന അത്യാവശ്യം ഡ്രസ്സുകൾ, ഓർണമെന്റ്സ് ഒന്നും വേണ്ട. എല്ലാം നമുക്ക് ബാംഗ്ലൂരിൽ ചെന്നിട്ട് വാങ്ങാം. ഇനിയും നീ ഇങ്ങനെ മടി പിടിച്ച് നിന്നാ പിന്നെ ഒന്നും നടക്കില്ല. നടക്കണ്ട. അതങ്ങനെ നീ മാത്രം പ്ലാൻ ചെയ്താൽ മതിയോ? എന്റെ സമ്മതം വേണ്ടേ? എടി, എന്താ നീ പറയുന്നേ? നീ ഇപ്പൊ എന്റെ വൈഫാ, അത് മറക്കണ്ട. നീ എന്തിനാ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നേ? എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്താനോ? നീ അങ്ങ് ഒറ്റയ്ക്ക് പോകത്തേ ഉള്ളൂ. ഞാൻ എന്റെ അച്ഛനും അമ്മയും വിട്ടിട്ട് എങ്ങോട്ടും ഇല്ല. നിനക്ക് വേണമെങ്കിൽ അഞ്ജനെ കൊണ്ടുപോവാ. അവളാകുമ്പോ എന്നെക്കാളും പ്രായം കുറവാ. മാത്രമല്ല, അവൾ ഒരു കാര്യവും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ട്രിപ്പ് ഒരു 3-4 ദിവസത്തേക്ക് അങ്ങ് പോസ്റ്റ്പോൺ ചെയ്യ. കല്യാണം കഴിഞ്ഞ് വീണയായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് അത് തന്നെ ആയിക്കോട്ടെ. എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച നിന്നെ
ഞാൻ ഇനിയും വിശ്വസിക്കില്ല. ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. നീ കഴിഞ്ഞതൊക്കെ മനഃപൂർവ്വം മറക്കുക. നീ വലിയ ബാംഗ്ലൂരിലൊക്കെ വിലസി റോമിയോ അല്ലേ? ഈ ന്യൂജൻ പിള്ളേരെയൊക്കെ നിനക്ക് അറിയാലോ. റിലേഷനൊക്കെ ഇത്ര വലിയ സംഭവമായിട്ട് കാണുന്നതേ ഓൾഡ് ജനറേഷനാ. നീ ഇതും പറഞ്ഞ് എന്നെ ഊഷിയാക്കാൻ നോക്കണ്ട. അതൊക്കെ നീ അങ്ങ് മറന്നേക്ക്. എനിക്കെന്റെ അച്ഛനാണ് വലുത്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിനക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ നോക്കിയത് ഞാനാ. ആ ദർശനം ഇടപെട്ടില്ലെങ്കിൽ നീ ഇപ്പൊ അകത്ത് കിടന്നേനെ. ഞാൻ അനുഭവിച്ച ടെൻഷൻ, ഐസിയുന്റെ മുന്നിൽ ഞാനും അമ്മയും ഉള്ളൊരുക്കി നിന്നപ്പോ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? 1-2 തവണ ഫോണിൽ വിളിച്ചു. അതച്ഛൻ മരിച്ചോ രക്ഷപ്പെട്ടോ എന്ന് അറിയാനുള്ള ആങ്സൈറ്റി കൊണ്ടാണെന്ന് അറിയാനുള്ള ബുദ്ധി അതെനിക്കുണ്ട്. ശ്രേയ, നീ വെറുതെ വളരെ ആക്സിഡന്റായി സംഭവിച്ച ഒരു കാര്യം വലുതാക്കി വലിയ ഇമോഷണൽ ആക്കണ്ട. നീ മുമ്പ് നിന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ദേ, ഈ നിസ്സാര പ്രശ്നവും പറഞ്ഞ് നമ്മൾ തമ്മിൽ പിരിയാൻ പോവാ. നിനക്ക് നിസ്സാരമായിരിക്കും. എനിക്ക് എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയല്ല. അച്ഛനാണ് എന്റെ എല്ലാം, എന്റെ റോൾ മോഡൽ, മൈ ഗ്രേറ്റ് ആൻഡ് സ്വീറ്റ് ഡാഡിയാണ്. ഈ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടും. എനിക്കങ്ങനെ ഒരു സ്വപ്നവും ഇല്ല. ദയവേത് എന്റെ മുറിയുടെ മുന്നിൽ നിന്നൊന്ന് പോണം പ്ലീസ്. നീ അപ്പൊ വാശിയിലാണ് അല്ലേ? എങ്കിലേ ഞാനും വാശിയില്ല. നിന്നെപ്പോലൊരു പെണ്ണിനെ സ്നേഹിച്ചതിൽ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇവനെ പ്രണയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കോ?